നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷീല കുരാക്കാർ. സൂപ്പർ ഇന്റലിജൻസ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നിലവിൽ വരുമെന്ന് ഓപ്പൺ എഐയുടെയും ആന്ത്രോപിക്കിന്റെയും തലവന്മാർ. തിരഞ്ഞെടുപ്പ് സൗജന്യങ്ങൾ ആശങ്കാജനകമാണെന്ന് സുപ്രീം കോടതി. ഉപഭോക്തൃ വകുപ്പിനെ എൻഫോഴ്സ്മെന്റ് ഏജൻസിയാക്കും മന്ത്രി GR അനിൽ. SIR അന്തിമ വോട്ടർ പട്ടിക നാളെ. വേണുജിക്കും കൈതപ്രത്തിനും കൂളൂരിനും കേരള സംഗീത അക്കാദമി ഫെലോഷിപ്പ്. എല്ലാ ഭാഷയിലും തത്സമയ വോയിസ് ടു വോയിസ് ട്രാൻസ്ലേഷൻ ഉടനെന്ന് മെറ്റ. പാക് സിലിക്ക കൂട്ടായ്മയിൽ ഇന്ത്യ. ഹർമൻപ്രീതിന് റെക്കോർഡ്. വാർത്തകൾ വിശദമായി. സൂപ്പർ ഇന്റലിജൻസ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നിലവിൽ വരുമെന്ന് ഓപ്പൺ എഐയുടെയും ആന്ത്രോപിക്കിന്റെയും തലവന്മാർ. സൂപ്പർ ഇന്റലിജൻസിലേക്കുള്ള അകലം ഏതാനും വർഷങ്ങൾ മാത്രമെന്ന് ലോകത്തിലെ ഏറ്റവും പ്രമുഖ AI കമ്പനികളായ ഓപ്പൺ എഐയുടെയും ആന്ത്രോപിക്കിന്റെയും തലവന്മാർ. ഡൽഹിയിൽ നടന്ന AI ഉച്ചകോടിയിലാണ് പരസ്പരം മത്സരിക്കുന്ന കമ്പനികൾ സമാന വീക്ഷണം അവതരിപ്പിച്ചത്. യഥാർത്ഥ സൂപ്പർ ഇന്റലിജൻസിന്റെ ആദ്യ പതിപ്പുകൾ ഏതാനും വർഷങ്ങളിൽ കാണാനാകുമെന്ന് ഓപ്പൺ AI CEO സാം ഓൾട്ട്മാൻ പറഞ്ഞു. 2028 ലോകത്തിന്റെ മൊത്തം ഭൗതിക ശേഷിയുടെയും ഏറിയ പങ്കും ഡേറ്റാ സെന്ററുകൾ അധിഷ്ഠിതമായിരിക്കുമെന്ന സുപ്രധാന നിരീക്ഷണവും അദ്ദേഹം നടത്തി. ഒരു CAയുടെയോ മികച്ച ശാസ്ത്രജ്ഞന്റെയോ ജോലി അവരെക്കാൾ നന്നായി ഈ മോഡലുകൾക്ക് ചെയ്യാനാകുമെന്നും ഓൾട്ട്മാൻ പറഞ്ഞു. മിക്ക മനുഷ്യരുടെയും ഭൗതിക ശേഷിയെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ AI മോഡലുകൾ മറികടക്കുമെന്ന് ആന്ത്രോപിക് AI CEO ഡാരിയോ അമഡോയ് ചൂണ്ടിക്കാട്ടി. AI ഏജന്റുമാർ മനുഷ്യരെക്കാൾ കാര്യക്ഷമമായും വേഗത്തിലും പ്രവർത്തിക്കുന്നതിനെ ഡേറ്റാ സെന്ററിലെ ജീനിയസുകളുടെ രാജ്യം എന്നാണ് ഡാരിയോ വിശേഷിപ്പിച്ചത്. AIയുടെ ഭാവി നമ്മൾ കരുതുന്നത് പോലെ ആയിരിക്കില്ല യഥാർത്ഥത്തിൽ സംഭവിക്കുകയെന്നും സാം ഓൾട്ട്മാൻ പറഞ്ഞു. AIയുടെ വികാസം പലരെയും ഞെട്ടിച്ചിട്ടുണ്ട്. കൂടുതൽ ഞെട്ടാനുള്ളത് വരാനിരിക്കുന്നതേ ഉള്ളൂ. സൂപ്പർ ഇന്റലിജൻസ് ഏകാധിപതികളുടെ പക്കലായാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. രാജ്യങ്ങൾ തമ്മിൽ പുതിയ തരം യുദ്ധങ്ങൾ നടത്താൻ ഉപയോഗിക്കുമോ എന്നും അറിയില്ല. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സൗജന്യങ്ങൾ ആശങ്കാജനകമാണെന്ന് സുപ്രീം കോടതി. വേണ്ടത്ര വരുമാനമില്ലാത്ത സംസ്ഥാന സർക്കാരുകൾ പോലും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് ആശങ്കാജനകമാണെന്ന് സുപ്രീം കോടതി. നിർധന സമ്പന്ന വേർതിരിവില്ലാതെ സഹായം നൽകി എന്ത് സംസ്കാരമാണ് വളർത്തുന്നതെന്നും ഇത് പ്രീണനമല്ലേ എന്നും കോടതി ചോദിച്ചു. സൗജന്യങ്ങൾ പ്രഖ്യാപിക്കാനല്ല, വികസനം നടപ്പാക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമാണ് സർക്കാരുകൾ ശ്രമിക്കേണ്ടതെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് പറഞ്ഞു. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാത്തവരെ സഹായിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ സഹായം ആവശ്യമില്ലാത്ത സമ്പന്നർക്കും ക്ഷേമ പദ്ധതികളിലൂടെ സൗജന്യങ്ങൾ നൽകുന്നു. വരുമാന കമ്മിയുള്ള സംസ്ഥാനങ്ങളും സൗജന്യങ്ങൾ നൽകുകയാണ്. ഇപ്പോഴത്തെ രീതി തുടർന്നാൽ ശമ്പളം നൽകാനും സൗജന്യങ്ങൾക്ക് മാത്രമേ പണമുണ്ടാവൂ. രാജ്യവികസനത്തെ ബാധിക്കുന്ന ഈ സമീപനം പുനഃപരിശോധിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ഉൾപ്പെടെ തയ്യാറാകണമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. തൊഴിലവസരം സൃഷ്ടിച്ചാൽ അതിലൂടെ ജനത്തിന് അന്തസ്സും ആത്മാഭിമാനവും നേടാനാവുമെന്നും പറഞ്ഞു. 2024 ഭേദഗതി ചെയ്ത വൈദ്യുതി വിതരണ ചട്ടങ്ങൾക്കെതിരെ തമിഴ്നാട് വൈദ്യുതി വിതരണ കോർപ്പറേഷൻ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഇളവുകൾ നൽകുകയെന്നത് നയപരമായ തീരുമാനമാണെങ്കിൽ അതിനുള്ള തുക ബജറ്റിൽ വകയിരുത്തണമെന്ന് ബെഞ്ചിലെ ജസ്റ്റിസ് ജയ്മാല ബാഷ്ജി പറഞ്ഞു. വിമർശനം തമിഴ്നാടിനെതിരെ മാത്രമല്ലെന്നും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുന്ന രീതി രാജ്യവ്യാപകമാണെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഉപഭോക്തൃ വകുപ്പിനെ എൻഫോഴ്സ്മെന്റ് ഏജൻസിയാക്കും മന്ത്രി GR അനിൽ. പരാതി പരിഹാരത്തിന് ഉപരിയായി ഉപഭോക്തൃ വകുപ്പിനെ ശക്തമായ എൻഫോഴ്സ്മെന്റ് ഏജൻസിയാക്കി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി GR അനിൽ സംസ്ഥാന ഉപഭോക്തൃ വകുപ്പ് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. പരാതികൾ ഓൺലൈനായി ഫയൽ ചെയ്യാനും ഫീസ് അടയ്ക്കാനും ഇമെയിൽ സംവിധാനമുണ്ട്. കൂടാതെ ഉപഭോക്തൃ അവബോധം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. ഉപഭോക്തൃ വകുപ്പ് നിർമ്മിച്ച ബോധവൽക്കരണ പരസ്യ വീഡിയോകളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. വാർഡ് കൗൺസിലർ G വേണുഗോപാൽ അധ്യക്ഷനായി. പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ K ഹിമ പ്രസംഗിച്ചു. SIR അന്തിമ വോട്ടർ പട്ടിക നാളെ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അന്തിമ വോട്ടർ പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പ്രസിദ്ധീകരിക്കും. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം തയ്യാറാക്കുന്ന പട്ടിക എന്നതാണ് ഇതിലെ സവിശേഷത. 2002 കേരളത്തിൽ ഒടുവിൽ SIR നടന്നത്. 2025 ഡിസംബർ 23 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ 2.54 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അതിനു മുൻപേ ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ 2.78 കോടി വോട്ടർമാർ ഉണ്ടായിരുന്നതിൽ 24.0
1.08 ലക്ഷം പേരെ SIRന്റെ ആദ്യഘട്ട നടപടികളുടെ ഭാഗമായി പുറത്താക്കിയിരുന്നു. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ നടത്തിയ പരിശോധനയിലാണ് ഇവർ പുറത്തായത്. മരിച്ചവരോ സ്ഥലത്തില്ലാത്തവരോ താമസം മാറിയവരോ എന്നീ കാരണങ്ങളുടെ പേരിൽ AST പട്ടിക തയ്യാറാക്കിയാണ് ഇവരെ പുറത്താക്കിയത്. ഇതിൽ പാകപ്പിഴകൾ ഉണ്ടായതായി പിന്നീട് രാഷ്ട്രീയ പാർട്ടികൾ ആരോപിച്ചിരുന്നു. തുടർന്ന് ഇവരിൽ അർഹതയുള്ള എത്ര പേർക്ക് പുതിയ വോട്ടർമാരായി അപേക്ഷ നൽകി പട്ടികയിൽ തിരിച്ചെത്താനായെന്ന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ വ്യക്തമാകും. വേണുജിക്കും കൈതപ്രത്തിനും കൂളൂരിനും കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്. കൂടിയാട്ടം കലാകാരൻ വേണുജി, ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, നാടകകൃത്തും സംവിധായകനും നടനുമായ ജയപ്രകാശ് കൂളൂർ എന്നിവർക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ്. 18 പേർക്ക് അക്കാദമി അവാർഡും 22 പേർക്ക് ഗുരുപൂജ പുരസ്കാരവും സമ്മാനിക്കും. അവാർഡ് ജേതാക്കൾ ഡോക്ടർ NJ നന്ദിനി ശാസ്ത്രീയ സംഗീതം, CS അനുരൂപ് വയലിൻ, പ്രൊഫസർ കലാമണ്ഡലം കൃഷ്ണകുമാർ മൃദംഗം, ഷോമി ഡേവിഡ് ഡ്രംസ് പാശ്ചാത്യവാദ്യങ്ങൾ, ജെൻസി ലളിത സംഗീതം, ഗായത്രി അശോകൻ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ, കക്കാട് രാജപ്പൻ മാരാർ ചെണ്ട, ചിത്ര സുകുമാരൻ മോഹിനിയാട്ടം, BK ഷഫീഖുദ്ദീൻ ഭരതനാട്യം, മനോജ് നാരായണൻ നാടകം സംവിധാനം, സീതാ ശശിധരൻ നൃത്തം, കലാമണ്ഡലം സന്ധ്യ രാമചന്ദ്രൻ നാടകനടി, മനോജ് കോതമംഗലം നാടകനടൻ, തേക്കട ശ്യാംലാൽ നൃത്തനാടകം, വിജയൻ കടമ്പേരി നാടക രംഗശില്പം, രാജീവ് നരിക്കൽ കഥാപ്രസംഗം, ഡോക്ടർ ജോയി കൃഷ്ണൻ കേരള നടനം, സൈനൻ കെടാമംഗലം മിമിക്രി. എല്ലാ ഭാഷയിലും തത്സമയ വോയിസ് ടു വോയിസ് ട്രാൻസ്ലേഷൻ ഉടനെന്ന് മെറ്റ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലോകത്തിൽ ഉപയോഗത്തിലുള്ള എല്ലാ ഭാഷയിലും തത്സമയ വോയിസ് ടു വോയിസ് ട്രാൻസ്ലേഷൻ സാധ്യമാക്കുമെന്ന് മെറ്റ ചീഫ് AI ഓഫീസർ അലക്സാണ്ടർ വാങ് പറഞ്ഞു. മെറ്റയുടെ സ്പീച്ച് മോഡലിന് 1600-ലധികം ഭാഷകൾ തിരിച്ചറിയാൻ കഴിയും. എല്ലാ സംഭാഷണ ഭാഷകൾക്കും തത്സമയ വോയിസ് ടു വോയിസ് വിവർത്തനം സാധ്യമാക്കുന്ന കാലം വിദൂരമല്ലെന്ന് വാങ് പറഞ്ഞു. ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും പ്രാദേശികവൽക്കരിച്ച AI മോഡലുകൾ നിർമ്മിക്കാനായി ഭാഷാ ഡേറ്റാ സെറ്റുകൾ കൈമാറ്റം ചെയ്യാൻ സർക്കാരുമായി മെറ്റ കൈകോർത്തിട്ടുണ്ടെന്ന് വാങ് പറഞ്ഞു. പാക് സിലിക്ക കൂട്ടായ്മയിൽ ഇന്ത്യ. US-ന്റെ നേതൃത്വത്തിലുള്ള പാക് സിലിക്ക കൂട്ടായ്മയിൽ ഇന്ത്യ ഇന്ന് ഔദ്യോഗികമായി ഭാഗമാകും. ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഇന്ത്യ AI ഉച്ചകോടിയിൽ ഇന്ന് രാവിലെ 10-ന് US എക്കണോമിക് അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി ജേക്കബ് ഹെൽബർഗിന്റെ സാന്നിധ്യത്തിൽ ഇന്ത്യ പാക് സിലിക് പ്രഖ്യാപനത്തിൽ ഒപ്പിടും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്രിട്ടിക്കൽ മിനറൽ രംഗത്തെ സഹകരണം ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ ഡിസംബറിൽ പാക് സിലിക്ക US രൂപം നൽകിയത്. ചിപ്പ് നിർമ്മാണത്തിനുൾപ്പെടെ ആവശ്യമായുള്ള അപൂർവയിനം ധാതുക്കളുടെ കൈമാറ്റം, ഊർജ്ജ പങ്കാളിത്തം, സെമി കണ്ടക്ടർ AI, ലോജിസ്റ്റിക്സ് എന്നീ മേഖലയിലെ സഹകരണം എന്നിവയെല്ലാം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ കൂട്ടായ്മ. ലിഥിയം, കൊബാൾട്ട്, നിക്കൽ തുടങ്ങിയ ക്രിട്ടിക്കൽ ധാതുക്കളുടെ വിതരണ ശൃംഖല ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ജപ്പാൻ, കൊറിയ, സിംഗപ്പൂർ, UK, UAE, നെതർലൻഡ്സ്, ഇസ്രായേൽ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളാണ് ഉദ്ഘാടന കൂട്ടായ്മയിൽ ഒപ്പമുണ്ടായിരുന്നത്. ഖത്തറും പിന്നാലെ UAEയും ഇതിന്റെ ഭാഗമായിരുന്നു. ക്രിട്ടിക്കൽ ധാതുക്കളുടെ സംസ്കരണത്തിലും വിതരണത്തിലും ചൈനയ്ക്കുള്ള ആധിപത്യം നടത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് US-ന്റെ നീക്കങ്ങൾ. ഹർമൻപ്രീതിന് റെക്കോർഡ്. രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ. ഇന്നലെ ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം T20യിലൂടെ രാജ്യാന്തര കരിയറിൽ ഹർമൻ 356 മത്സരങ്ങൾ പൂർത്തിയാക്കി. 355 മത്സരങ്ങൾ കളിച്ച ന്യൂസിലൻഡ് താരം സൂസി ബെറ്റ്സിനെയാണ് ഹർമൻ മറികടന്നത്. 161 ഏകദിനത്തിലും 189 T20യിലും 6 ടെസ്റ്റ് മത്സരങ്ങളിലും ഇന്ത്യക്കായി കളിച്ച 36-കാരി. 2009-ലാണ് ദേശീയ ടീമിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.